ഓം നമോ നാരായണായ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഈ ഒരു വൈശാഖ മാസത്തിലെ ഏറ്റവും പുണ്യം തുളുമ്പുന്ന ദിവസം അപരാ ഏകാദശി. ഈ ദിവസം ഭഗവാൻ മഹാവിഷ്ണു നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ ഏറ്റവും അടുത്തു നിൽക്കുന്ന പവിത്ര നിമിഷമാണ് എന്നാണ് വിശ്വാസം. അമ്മമാരെ, നിങ്ങളുടെ മനസ്സിൽ കടബാധ്യതകളുടെ ഭാരമുണ്ടോ? കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയാണോ? മക്കളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയാണോ? എങ്കിൽ ഈ ഏകാദശി ദിവസം ഒരു നിമിഷം കണ്ണുകളടച്ച് ഭഗവാനെ മനസ്സിൽ വിളിക്കൂ. ഭഗവാനെ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ, ക്ലേശങ്ങളും ദുരിതങ്ങളും നീക്കി സമാധാനം നൽകണമേ. ഈ ഒരു പ്രാർത്ഥന ഹൃദയം നിറഞ്ഞു പറഞ്ഞോളൂ. ഈ ദിവസം പൂർണ്ണ ഉപവാസം എടുക്കാൻ കഴിയുന്നവർക്ക് അത്യുത്തമം, അല്ലാത്തവർക്ക് പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ഭക്തിയോടെ വ്രതമനുഷ്ഠിച്ചാലും മതിയാകും. പ്രധാനമായത് ശരീരമല്ല, മനസ്സിന്റെ ഭക്തിയാണ്. രാവിലെ വിളക്കു കൊളുത്തി ഓം നമോ നാരായണായ എന്ന് ജപിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുക. കുറഞ്ഞത് 108 തവണ ഭഗവത് നാമം ചൊല്ലാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഒരു സങ്കല്പമായി ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കുക. കാരണം വിശ്വാസം പറയുന്നു, ഈ അപരാ ഏകാദശി ദിവസം ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ആഗ്രഹങ്ങൾ സാധ്യമാക്കുന്നു എന്നുള്ളത്. ദിവസം മുഴുവൻ ദേഷ്യവും നെഗറ്റീവ് ചിന്തകളും ഒഴിവാക്കി നാരായണ നാമത്തിൽ മനസ്സ് നിറയ്ക്കുക. അവസാനമായി ഒരു പ്രാർത്ഥന: ഭഗവാനെ, ഞങ്ങളെ കൈവിടരുത്, കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കണമേ. ഈ ഒരു അപരാ ഏകാദശിയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്.